ഷാർപ്പായിരിക്കും. ഇതോടെ ചിരിക്കുന്തം. നീയാണടി ഷെറിന്റെ കാമുകി. നീ പോലീസിനെ പട്ടാളത്തെ വിളിച്ചു, അവരെത്തുമ്പോഴേ നിന്നെ പടമാണ്, അന്ന് നിന്നെ കൊല്ലും. കൊന്നു കഴിഞ്ഞാ മോളെ ആ നിൽക്കുന്ന രണ്ടുപേരെ കണ്ട അവര് നിന്നെ പിടിപ്പിക്കും. 2 പോക്കോ കേസിൽ പ്രതികളെ വരും. പണിക്ക് വിളിച്ചു ചെറുതാണ്ടല്ലേ ഇത്ര വൃത്തിയായിട്ടന്മാരോട് കൂടെ കൊണ്ട് നടക്കുന്നേ. അല്ലടി ഇനി ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയിട്ട് ഞാൻ കൊള്ള സംഘത്തിലോട്ട് ആളെ എടുക്കാം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞ് അണ്ണനൊരു ബിടെക് കാരനെ പണിക്ക് എടുത്തതാ, അവസാനം ഉള്ളതുകൊണ്ട് പോയി. അമ്മോ നീ എന്റെ മേടിക്കട്ടോ. അണ്ണാ അതൊക്കെ വിടണ്ട, ഇപ്പൊ അവരോടൊന്ന് ചോദിക്കേ. എടോ ഞാൻ തന്നെയാണോ ഷെറി? നിങ്ങളൊക്കെ ആരാ? ചെറുപ്പെട്ടാണ്. അമ്പു ശിവു വാ. പെണ്ണ് നമ്മളീ ചമ്മി പോയി. നമുക്ക് ഏതായാലും അണ്ണ അവളെ കുനിച്ചു നിർത്തി. അമ്പു അയ്യേ അങ്ങല്ല ഇടിച്ച് കോട്ടലിമാല എടുത്ത് സത്യം പറയിപ്പിക്കാം. അത് പോയിട്ട് എങ്കിൽ ഞാൻ കൈ പിടിക്കാം, നീ കാലി പിടിച്ചു. സ്ത്രീകളോടും കുട്ടികളോടും പരാക്രമം പാടില്ലെന്നാണ്. അതെന്ത്? അത് ഞങ്ങളെ ഗാങ്സ്റ്റേഴ്സിന്റെ ലോ ബുക്കിലൊക്കെയാണ്. അങ്ങ് നായ്ക്കർ മുതൽ ഇങ്ങ് റോക്കി ബായ് വരെ അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഞാനായിട്ട് അത് തെറ്റിക്കില്ല. എന്താ ഈ ഗാങ്സ്റ്റർ അങ്ങനെയൊക്കെയാണ്. വേറെ അല്ലേ അവൻ പറ്റിച്ചോണ്ട് പോയത്. അമ്പു നീ എന്റെ മേടിക്കും. അണ്ണാ അതൊക്കെ വിട്, അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് നമുക്ക് സാധനമായിട്ട് പോവാണ. അണ്ണാ വാ വാ വാ. ഞങ്ങൾ ചോദിക്കുന്നതിന് സത്യം പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അല്ലെങ്കിൽ ഇവിടെ ചോര പുഴ ഒഴുകും. ഷിബു മതി. ഇവൻ കൊണ്ടു തന്ന ആ സാധനം ചെയ്ത് തന്നേരെ. ഇതാരാ? അടങ്ങ് അടങ്ങ്. എന്നെ വെറുതെ ജോൺ ഹോനായി ആക്കരുത്. അത് കാണേരെ. അതെവിടെ പോയി? അത് കാണാത്തോണ്ടല്ല ഞാൻ തിരിച്ചു വന്നേ. എനിക്ക് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണം. ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അയച്ചു വിടാ തെണ്ടി. അവളുടെ ഒരു പ്രോജക്റ്റ് ആണ്ടാ വിളിച്ചു പോയിട്ടുണ്ട് ഞാനോളെ. എടി നീയൊക്കെ കാരണം ഞങ്ങൾ ഡോറിഞ്ഞൊരു അമ്മ പ്രോജക്റ്റ് അവിടെ മൂഞ്ചിപ്പോയെ. ഞാൻ എന്ത് ചെയ്തു? അവളെ കണ്ണറിയേണ്ടി വിളിയടാ. അണ്ണാ കിട്ടി കിട്ടി, അണ്ണാ കിട്ടിക്ക് പോരാ. കുളിക്കാൻ പോകുമ്പോ എന്തിനാടി ഈ ഗ്ലാസ് നിനക്ക്? ഇനി പറയടി, ഇവൻ കൊടുത്ത മുതൽ എവിടെ ഉണ്ട്? പറ. ഇത് സബി, ഇവനെവിടെ? അമ്മ
കൊച്ചു നല്ല അവിടെയാ നായികനെ വിടാം. അമ്പോ നീണ്ട കഴിഞ്ഞു മേടിക്കും. അണ്ണാ രണ്ടെണ്ണം പൊട്ടിച്ചടി ഞാൻ ചോദിക്കട്ടെ? ഉടനെ വേണ്ടി വരും. എടി പെണ്ണേ, യവൻ എവിടെ നിന്നും എനിക്കറിയണ്ട. പക്ഷെ എവൻ കൊണ്ട് തന്ന മുതല് അതിന് തന്നാ ഞാനത് പോയേക്കും. എനിക്കറിയില്ല, എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ല അവൻ. ഹലോ സാർ. ഹലോ, എവിടെയാണ്? സാർ ഞാൻ കണ്ണാടി എടുക്കാൻ വേണ്ടി ഇതാ വീട്ടിലേക്ക് വന്നതാ, ഇപ്പൊ വരും. ക്ലയന്റ് അവരെ പാട് നോക്കി പോയി. പ്രോജക്റ്റ് വേണ്ട, താനും വേണ്ട, മനസ്സിലായോ? നിന്റെ ഒടുക്കത്തെ ഒരു മറവി. ഇതെന്തായാലും മറക്കണ്ട. ഇനി നീ വഴിക്കേ വേണ്ട, മനസ്സിലായോ? നീ എങ്ങനെ ജോലി തെറിപ്പിച്ചിട്ടുണ്ടോ നാറികളെ? ഒരൊറ്റ കീറുവെച്ചതാണല്ലോ. നീ അവനെ കൂടെ കൊണ്ട് തുളച്ചത് എന്റെ കോടിയല്ല മുതല. എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ എന്താ വന്നിട്ടില്ല. കൊല്ലണം, കൊല്ല്. ഇവിടെ കൊല്ലുമ്പോഴേ പോക്കരി സിനിമയിൽ വിജയണം വരുന്നതൊക്കെ അവനിങ്ങി വരും. അപ്പൊ അവരെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കാം. നൈസ് ഐഡിയ. ഷിബു നിന്റെ തല അമ്പോ പൊട്ടിക്കടാ. വേണ്ടണ്ണ, തോക്ക് വേണ്ട, ഒച്ച കേൾക്കും. ഞാൻ പോയി ചുറ്റി എടുത്തോണ്ട് വരാം. എന്നെ നിങ്ങൾ ശരിക്കും കൊല്ലാൻ പോവാണോ? ഞാൻ സത്യം പറഞ്ഞവൻ എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ല. എന്നാ അവൻ തലയടിച്ച് പൊട്ടിച്ചു. ഞാൻ മരിക്കുന്നതിന് മുന്നേ അമ്മയോട് സംസാരിച്ചോട്ടെ? ഹലോ അമ്മ. എടി മോളെ ഇതുവരെ കറണ്ട് ബില്ല് അടച്ചില്ലേ? ഫീസ് ഒരാള് വന്നിരിക്കുന്നു. എത്ര ദിവസമായി പറഞ്ഞിട്ട് നീ മറന്നു? അമ്മ ഞാൻ ഇപ്പൊ തന്നെ അടക്കാം. അമ്മ ഞാൻ മറന്നുപോയത്, ഞാൻ ഇപ്പൊ അടക്കാം. ആണം കെട്ട് അടയ്ക്കും അങ്ങോട്ട്. ഞാൻ ഇന്ന് തന്നെ അടയ്ക്കാം അമ്മ, ഇന്ന് തന്നെ അടയ്ക്കാം. അണ്ണ ഇവിടെ അഭിനയിക്കൊന്നുമില്ല. ഇതേതോ കിളിപോയ ഐറ്റോ. ഇത് വിഷയം. എനിക്ക് തോന്നുന്നു അവൻ ഇവിടെ മുതൽ ഫാൻ ചിന്തിയാക്കിയത് എന്ന് വെച്ചാ ഇല്ല പറഞ്ഞ അണ്ണനൊട്ട് അപ്ഡേറ്റിലല്ല ഊമ്പിച്ചെന്ന്. ഇനിയിപ്പോ എന്തോ വിട്ടുപിടിക്കാണ. പിന്നെ അണ്ണ അവള് കേസ് കൊടുക്കാൻ നോക്കണം. കൊച്ചാ, നിന്റെ മറ്റവന്റെ അടിച്ചുകൊണ്ട് പോയതിന് ഇപ്പൊ കോടികളാണ്. അതുകൂടെ അവരെ പൊക്കിക്കോ. പക്ഷെ ഇതും പറഞ്ഞോണ്ട് നീ കേസ് വല്ലതും കൊടുക്കാൻ പോയ പരോളി ഇറങ്ങി നിന്നെ ഞാൻ പണിയും. വടാ. ചേട്ടാ, ഇതവിടെ നിർത്തതാ, കൊടുത്തേരെ. ഹലോ. ഞാൻ വീട്ടിലുണ്ടടാ. ഇല്ല, ഞാൻ നീ പെട്ടെന്ന് വാ, ഞാൻ ഇപ്പൊ പുറത്തു പോകും. ശരി, അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഞങ്ങൾ പുറത്തുനിന്ന് പിടിച്ചോളാം. നിങ്ങൾ അങ്ങനെ പുറത്തിട്ട് പിടിക്കണ്ട, അകത്തുനിന്ന് പിടിച്ചാൽ മതി. എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? അല്ല കുഴപ്പമില്ല, ഞങ്ങൾ പുറത്തുനിന്ന്. വേണ്ട, അകത്തുനിന്ന് പിടിച്ചാൽ മതി. ഇങ്ങോട്ട് വാ, കേറ്. വെറുതെ ഒരു പാവം കൊച്ചിനെ നമ്മൾ സംശയിച്ചു. വാ കേറ് കേറ്. പാവം ഒരു കൊച്ചിനെ നമ്മൾ വെറുതെ സംശയിച്ചു. You know, it's whether they want to make it work or they don't. Therefore, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ടേ പറ്റത്തുള്ളൂ. എന്റെ പുറകെയാണ് മണ്ടനും കുറെ പൊട്ടന്മാരുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു സാധനം ഞാൻ തന്നിട്ടില്ലേ, എനിക്ക് തിരിച്ചു തരാം. ഞാൻ എവിടെയെങ്കിലും പോയി കരകുറിച്ച് ഷെയർ അയച്ചു തരാം. അനാവശ്യം പറയരുത്. ഇപ്പൊ അങ്ങനെയായോ? ഞാൻ ആ മണ്ടന്റെ പൊക്കി, നീ എന്റെ നോക്കാൻ നോക്കല്ലേ? നീ കൊള്ളാലോടി മോളെ. മണ്ടൻ അറിയാവുന്ന
மச்சா என்ன மீட்டுடா இது ரொம்ப டேஸ்டியா இருக்கு அத்தான் செம்மையா இருக்குடா. அப்படியா டேஸ்டியா இருக்கு மச்சா நீ சாப்பிடுறா நீ சாப்பிடு நீ சாப்பிடு மச்சா என்ன மச்சா இல்ல அப்பா கூப்பிடுறேன். போங்க நான் வரேன் அப்பா என்ன கூப்பிட்டியா? கீழே என்ன பண்ணிட்டு இருந்தாரு? அப்பா கொஞ்ச நாளாக இந்த கீழே ஒரு பூனை சுற்றிட்டு இருந்தேன், அதை நான் சுட்டு சாப்பிட்டு இருந்தேன். எதுக்கு என்ன கூப்பிட்டு? மேட்ரு சொல்லுங்கப்பா. கேரளாவில் நம்ம சரக்கு யாரோ தூக்கணும்னு நினைச்சல, ஆமாம். அவனை போட்டுட்டு வா. இப்போ யாரு? ஓ இப்போ தானே அந்த சரக்கு எடுக்க போனது. அப்பா உங்களுக்கு நம்பிக்கை இருக்காப்பா இப்போ சொல்கிறது உண்மைதான்? நம்பலாம். நம்பலாம். வேண்டும்டா மன்னிச்சுங்க. வேணாண்ணா அப்பா வேணாம் சொல்றப்பா. மச்சான் வேணாம் சொல்றடா. வேணாண்ணா.